ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിംനാസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. അതായത് മൂന്നാറിലെ കൊളുക്കുമല എന്ന് പറയുന്ന അതിമനോഹരമായ ഡെസ്റ്റിനേഷൻ. അവിടുത്തെ കുറേ കാഴ്ചകളും വിശേഷങ്ങളും ഇന്ന് നമുക്ക് കണ്ടാലോ. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കാറിന് വരുന്നവർക്കൊക്കെ ഡയറക്റ്റ് ഇങ്ങോട്ട് കിടക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഓഫ് റോഡ് റൈഡിംഗ് ആണ്. ഓഫ് റോഡ് റൈഡിംഗ് ഒക്കെ വന്നവർക്കറിയാം, അതിന് ജീപ്പുണ്ട്. ജീപ്പിൽ മുൻകൂട്ടി അഡ്വാൻസ് ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചെന്ന ദിവസം അവിടെ ടെൻ്റൊക്കെ കെട്ടി കുറേ ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ന്യൂ ഇയറൊക്കെ ഉള്ളവന്നെ, അപ്പോൾ അതിൻ്റെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൂന്നാറിൽ നിന്ന് ഒരു 30 കിലോമീറ്ററാണ് കൊളുക്കുമലയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ശരിക്കും ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് സൺറൈസാണ്. അപ്പോൾ ഈ മഞ്ഞ് പൊതിഞ്ഞ് കിടക്കുന്ന കുന്നിൻ്റെ ഉള്ളിലൂടെ സൺ ഇങ്ങനെ റൈസ് ചെയ്ത് വരുന്ന ഒരു കാഴ്ച, അത് ഭയങ്കര ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ട്രിപ്പിലാട്ടോ വരുന്നത്. രാവിലെ 4 മണിക്കാണ് ഞങ്ങളുടെ ജീപ്പ് വന്നത്. അതിൽ കയറി പിന്നെ വഴിക്ക് വച്ച് എന്തോ ചെക്കിംഗ് ഒക്കെ ഉണ്ട്, ബോഡി പാസ്സൊക്കെ എടുത്തിട്ടാണ് നമ്മളെ ഈ കൊളുക്കുമല റൂട്ടിലേക്ക് കടത്തി വിടുന്നത്. പിന്നെ അവിടെ ചെന്നത് ഇതാണ് മക്കളെ, ഇവിടെയാണ് സൺറൈസ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് നിറച്ച് ഇങ്ങനെ മഞ്ഞ് പൊതിഞ്ഞ് കിടക്കുന്ന കാഴ്ച എന്തൊരു ഭംഗിയാലേ. എനിക്ക് ശരിക്കും എൻ്റെ ലൈഫിൽ എനിക്ക് ഇനിയും പോകണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നായി മാറിയിട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ കൊളുക്കുമല. നമ്മുടെ മീശപ്പുലി മലയൊക്കെയല്ലേ, അതുപോലത്തെ ഭംഗി, അതേപോലത്തെ ഒരു മല, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഈ കൊളുക്കുമല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സൈഡൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എവിടെ പോയാലും മൊത്തം എക്സ്പ്ലോർ ചെയ്യണ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പയ്യെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊക്കെ ഞാൻ നോക്കിയിട്ടോ. പക്ഷെ എനിക്ക് ഇറങ്ങാൻ നേരത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ സ്ലിപ്പാവോ എന്നോർത്തുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ ഇറങ്ങി. പക്ഷേ ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. സ്ലിപ്പായി താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് പ്രശ്നമാവും, പിന്നെ നമുക്കുള്ള കിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ഹൈറ്റാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പയ്യ താഴേക്കൊന്ന് ഇറങ്ങിയതാട്ടോ. അങ്ങനെ നിന്ന് എല്ലാവരും വീഡിയോ എടുത്തപ്പോൾ ഞാനും ഇറങ്ങി നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അന്ന് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങണം.
നേരം തേയിലത്തോട്ടമൊക്കെ കടന്ന് വന്ന ഒരു കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കുന്നാട്ടോ ഇത്. നല്ല ഭംഗിയാണ്, ഒന്നും പറയാനില്ല. ഒരു ചെറിയ വഴിയുണ്ട്, രണ്ട് സൈഡും ഇങ്ങനെ താഴ്വാരം പോലെയാണ്. താഴ്വാരം മീൻസ് ഈ കൊക്ക പോലെയല്ലേ, അങ്ങനെയാണ് ശരിക്കും ഇവിടെ കിടക്കുന്നത്. ഈ സൈഡിൽ ഞാൻ നോക്കിയിട്ട് ഞാൻ തല ഇറങ്ങിപ്പോയി. അത്രയും ഹൈറ്റും ആയിരുന്നു, നല്ല കോടയും ഉണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയപ്പോഴോ നല്ല സ്വർഗ്ഗതുല്യമായ കാഴ്ച. എനിക്കൊന്നും പറയാനില്ല മക്കളെ, അത്രയ്ക്ക് നല്ല ഭംഗിയായിരുന്നു. പിന്നെ എനിക്ക് മേലോട്ട് പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ കൂടെ വന്ന ആൾക്കാർക്കൊക്കെ വിശക്കണു എന്ന് പറഞ്ഞാൽ എന്നെ അതേ പയ്യെ ഇങ്ങോട്ട് വിളിച്ചു. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൊളുക്കുമലയിലെ സൺറൈസ് കണ്ടതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കുന്നിൻ്റെ മേലയിലേക്ക് വന്നതാട്ടോ. അത്രയ്ക്ക് മനോഹരമായിരുന്നു. പക്ഷെ ഞാൻ അത് ആസ്വദിച്ച് വന്നപ്പോഴേക്കും പിന്നെ തിരിച്ച് വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ബാക്കി എൻ്റെ ആ കാഴ്ച അവിടെ എന്തോ നഷ്ടപ്പെട്ട പോലെയായിപ്പോയി. എനിക്ക് ഭയങ്കര സങ്കടമായി. ഇനി ഇത് കാണാൻ ഞാൻ വരുമോ, എൻ്റെ ആ കാഴ്ചകളൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതൊക്കെയാണ് വഴികളെന്ന് പറയുന്നത്. പിന്നെ രാവിലെ വന്നതുകൊണ്ട് ഇരുട്ടായിരുന്നല്ലോ, അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. വഴികളൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള റോഡുകളൊക്കെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു.